Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അബൌട്ട് എ കുട്ടി സ്റ്റേക്കേഷൻ ആണ്. നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണം. അപ്പോൾ 2 പകൽ കാണാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ഥലം നമ്മൾ ചൂസ് ചെയ്തു വന്നപ്പോൾ കൂർഗ് അത് അടിപൊളി സൊല്യൂഷനാണെന്ന് തോന്നി. അപ്പം കൂർഗ് എന്ന് പറഞ്ഞാൽ മടിക്കേരി, കൊടക് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അത്യാവശ്യം ഒരു 8 മണിക്കൂറിനുള്ളിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. നമ്മൾ ടെമ്പോ ട്രാവൽ ഓടിച്ചിട്ടായിരുന്നു വന്നത്, കാരണം 11 പേരുണ്ടായിരുന്നു ടോട്ടൽ വന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ രാജാ സീറ്റ് ഗാർഡൻ ആയിരുന്നു. ഇത് മടിക്കേരി ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പണ്ട് കാലത്ത് കൊടകിലെ രാജാക്കന്മാരും റാണിമാരൊക്കെ സ്റ്റേ ചെയ്തിരുന്നത് ഈ ഒരു സ്ഥലത്താണെന്നൊക്കെ പറയപ്പെടുന്നു. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞാൽ രാജാ സീറ്റ് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമായിരുന്നു. സെക്കൻഡ് വൺ നമ്മൾ പോയത് അബ്ബി വാട്ടർഫോൾസ് ആയിരുന്നു. മടിക്കേരി ടൗണിൽ തന്നെ ആയിരുന്നു. മടിക്കേരി ടൗണിൽ നിന്ന് ഒരു 8-9 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ കുറേ പ്ലാന്റേഷൻസ് കാണാം. അപ്പോൾ ഫസ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാപ്പിക്കുരുക്കളും അങ്ങനെ കുരുമുളക് അങ്ങനെ കുറേ സ്പൈസസിൻ്റെ പ്ലാന്റേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഫുൾ ഓറഞ്ചസ് ആയിരുന്നു. നമ്മൾ പോയ ടൈമിൽ ഓറഞ്ചൊക്കെ പച്ച കളറായിരുന്നു, പക്ഷേ അത് നല്ല ഓറഞ്ച് കളറിലൊക്കെ വരുന്ന സീസൺ സമയങ്ങളും ഉണ്ട്. പിന്നെ തേർഡ് വൺ വന്നിട്ട് നമ്മൾ പോയത് നിസർഗധാമയായിരുന്നു. ഇത് ലിറ്ററലി പറഞ്ഞാൽ ഒരു ബാംബു ഫോറസ്റ്റ് ആണ്. ശരിക്കും ഇത് ഐലൻഡ് പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ കൊടക് ഏരിയയിലുള്ള ലോക്കൽ പീപ്പിൾസിൻ്റെ ഒരു ഐലൻഡാണിത്. ഇതിൻ്റെ സൈഡിൽ കൂടി കാവേരി റിവർ പോകുന്നുണ്ട്. അപ്പോൾ ആ കാവേരി റിവറിൻ്റെ ഒരു പാർട്ടിനെയാണ് നിസർഗധാമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത്. ശരിക്കും ഇത് ബാംബു ഫോറസ്റ്റ് ആണ്. കുറേ, അതായത് ലിറ്ററലി പറഞ്ഞാൽ കുറേ ബാംബൂസൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മാൻ, ഇങ്ങനെ ഒരു ചെറിയ സൂ പോലെയുണ്ട്, മാനുണ്ട്. പിന്നെ കുറേ അക്വേറിയം ഉണ്ട്, അങ്ങനത്തെ കുറേ ഹട്ട്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മുകളിൽ കയറി നോക്കാം. അങ്ങനെ നല്ലൊരു സ്ഥലമാണിത്. ശരിക്കും ഉള്ളിൽ ഭയങ്കര തണുപ്പായിരിക്കും. അതായത് വെയിൽ ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു സൈഡിൽ റിവർ പോകുന്നുണ്ട്, ഒരു സൈഡിൽ ബാംബു എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തണുപ്പാണല്ലോ ശരിക്കും തരിക. അപ്പം ഇത് ശരിക്കും വന്നിട്ട് കുശാൽ നഗറിലാണ്. എല്ലാം അടുത്തടുത്തുള്ള പ്ലേസാണ്. നമുക്ക് ജസ്റ്റ് 1 ഡേ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇത് ഫുള്ള്. പിന്നെ നമ്മൾ നേരെ പോയത് ഹിറങ്കി ഡാമിലാണ്. ഹറങ്കി ഡാം എന്ന് പറയുന്നത് നമ്മൾ കാവേരി റിവറിനൊരു ട്രിബ്യൂട്ടറി ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് 1982 തന്നെ ഇവർ ഇങ്ങനെ ഇറിഗേഷൻ പ്രൊജക്റ്റൊക്കെ ഇതിൻ്റെ ഏരിയയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് എന്ന് പറഞ്ഞത് കുശാൽ നഗറിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു നമ്മൾ മടിക്കേരി ടൗണിൽ നിന്ന് ഒരു 9 കിലോമീറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹറങ്കി ഡാമിലേക്ക് പോകാനുള്ളൂ. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്, പക്ഷെ കുറേ നടന്ന് പോകാനുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ അന്ന് നമ്മൾ സ്റ്റേ ഉണ്ടായ റിസോർട്ടിലേക്ക് വന്നു. ഈ റിസോർട്ടിൻ്റെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത് വണ്ടിയുടെ ഏജൻസി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, പക്ഷെ നമ്മളെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് വന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സ്വിമ്മിങ് പൂളായിരുന്നില്ല അത്, പക്ഷേ ആ ടൈമിൽ നമ്മൾ മാത്രം ആയതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ അല്ലാണ്ട് തോന്നി, പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം സ്വിമ്മിങ് പൂളിലൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് പോകണ ഫസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ബുഫേ ആയിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കബാബ്, ബട്ടർ ചിക്കൻ, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ വില്ലാസാണ് ഓരോ ആൾക്കാർക്ക് കിട്ടുക. ഇതിപ്പം ഒരു വില്ലയിൽ 4 റൂംസാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൽ 2 റൂംസാണ് എടുത്തിട്ടുണ്ടായത് 11 പേരുള്ളതുകൊണ്ട്. പിന്നെ അവർ നമുക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഫയറും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് പോയത് ഗോൾഡൻ ടെമ്പിളാണ്. കൂർഗിൽ വന്നു കഴിഞ്ഞാൽ ആരും ഗോൾഡൻ ടെമ്പിൾ പോകാണ്ട്, ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാണ്ട് പോകാറില്ല. അത്രയും കിഡിലൻ സ്ഥലമാണ് ഗൈസ് ഇത്. ഗോൾഡൻ പാലസ് അല്ലെങ്കിൽ
ടിബറ്റൻ കോളനി എന്നും കൂടി പറയുന്നുണ്ട് ഗൈസ്. ബുദ്ധിസ്റ്റുകളുടെ ഒരു ടീച്ചിങ് സെൻറ്ററാണിത്. ഈ ആളെ മനസ്സിലായവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ കുറേ നാമം ജപിക്കുന്നതും അവരുടെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കുറേ കൊത്തുപണികളെല്ലാം കഴിഞ്ഞ് നല്ല കുറേ ബിൽഡിങ്സും അതിൻ്റെ നമ്മൾ ഓരോ പോയിന്റിലേക്ക് എത്തുമ്പോഴും നമ്മൾ ഭയങ്കര നമുക്ക് വല്ലാത്തൊരു ഫീല് തോന്നും മനസ്സിൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സ്ഥലം. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇത് വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല സൈലൻസ് കീപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുണ്ടാക്കിയത് എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ അവരൊരു പാർട്ട് ടൈം ജോബ് പോലെയാണ്. പിന്നെ നമ്മൾ തലക്കാവേരിയിലേക്കാണ് പോയത്. തലക്കാവേരി പറഞ്ഞാൽ ഒരു അമ്പലമുണ്ട്, പിന്നെ മുകളിലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട്. വ്യൂ പോയിൻ്റ് ഇപ്പോൾ അടച്ചിട്ടേക്കാണ്, കാരണം ആരോ സൂയിസൈഡ് ചെയ്തതിന് ശേഷം അത് തുറന്നു കൊടുക്കുന്നില്ല. ഇവിടെ വന്നിട്ടില്ലേ നമുക്ക് എല്ലാം മിസ്സായേനെ ഗൈസ്. ഭയങ്കര മഞ്ഞ് മൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ മുന്നേ വന്നപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ലിറ്ററലി പറഞ്ഞാൽ മുന്നിലുള്ളാൾക്ക് ബാക്കിലുള്ള ആളെ കാണാൻ പറ്റാത്തത്രയും ക്ലൗഡി ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ആരെങ്കിലും കൂർഗ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.